നാരായണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം മഹാദേവി നമ. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ മഹാദേവി നമ. നമുക്ക് ദേവിയുടെ വരദാനം, ദേവി നമുക്ക് തരുന്ന വരം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ചോദിക്കണു, അല്ലയോ വ്യാസമഹാശയ, സൂര്യ ചന്ദ്ര വംശജരുടെ കഥകൾ, സൂര്യവംശത്തിന്റെയും ചന്ദ്രവംശത്തിന്റെയും കഥകള് അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇനി ഓരോ മന്വന്തരത്തിലും ആ പരാശക്തി ഏത് രൂപത്തിൽ പൂജിക്കണം? ഓരോ മന്വന്തരത്തിൽ ഓരോ രൂപത്തിൽ ആയിരിക്കുമല്ലോ. നമ്മളെ മറ്റേ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഓരോരു ദിക്കില് ഓരോ രൂപത്തില് പൂജിക്കുന്ന. ഒരു ദിക്കില് ഹനുമാൻ ശ്രീരാമസ്വാമിയെ, ഒരു ദിക്കില് വേറൊരു ഈശ്വരനായിട്ട്, അങ്ങനെയൊക്കെ ഓരോരു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയാ. അതുപോലെ ഈ ഓരോ മന്വന്തരത്തില് ഏതേത് രൂപത്തിലാണ് ദേവിയെ പൂജിക്കേണ്ടത്, ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നു. ദേവിയുടെ വിരാട് രൂപമുണ്ടല്ലോ, ഏത് തരത്തിലാണെന്നും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ നല്ല ചോദ്യം ചോദിച്ചാല് നല്ല ഉത്തരം തന്നെ കിട്ടും. അത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് എന്താ പറയാ, ഗുരുനാഥന് ഇഷ്ടായിരിക്കും ചെയ്യും. അപ്പൊ ജനമേജയ രാജാവിന്റെ ചോദ്യം കേട്ട് മഹർഷി പറയാൻ തുടങ്ങി. ദേവിയുടെ ആരാധന എപ്രകാരം വേണമെന്ന് പറഞ്ഞു തരാം. മംഗളപ്രദമായ ആരാധനയെ അനുഷ്ഠിച്ച് മംഗളം നേടിയാലും. പണ്ട് ഈ ചോദ്യം ദേവർഷി നാരദൻ നാരായണനോട് ചോദിച്ചിട്ടുണ്ട്. യോഗരഥനായ മഹർഷി പറഞ്ഞ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ ആരാണ്? ഈ നാരദ മഹർഷി നാരായണ മഹർഷിയോട് ചോദിച്ച കഥകളാണ്. നാരദൻ ചോദിക്കുന്നു ഭഗവാനോട്, പുരാണ പുരുഷോത്തമ, ജഗദാധാര, സർവജ്ഞ, ഈ ജഗത്ത് എവിടെ നിന്നാണ് ഉണ്ടായത്? അതിനെ നിലനിർത്തുന്നതും അതിന്റെ അവസാനവും എങ്ങനെയാണെന്ന് ദയവായി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ഏതൊന്നിന്റെ ജ്ഞാനം കൊണ്ടാണോ മോഹങ്ങൾക്ക് കാരണമായ മായയെ ഇല്ലാതാക്കാൻ പറ്റുന്നത്? ഏത് കാരണം കൊണ്ടാണ് ഈ മോഹങ്ങൾ ആവുന്നത്? അതാണ് പ്രധാന വിഷയം. അത് ആ മായയെ ഇല്ലാണ്ടാക്കാൻ പറ്റണം. ആ ജ്ഞാനം ലഭിക്കുവാനുള്ള വഴി ഏതാണ് ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പൊ നാരായണ മഹർഷി പറയുകയാണ് കേട്ടോ, ദേവർഷി വര്യ, ജഗത്തിന്റെ ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ മായയുടെ മോഹവലയത്തിൽപ്പെട്ട് ഭ്രമിക്കില്ല. ഈ തത്വം മനസ്സിലാക്കിയവർ പിന്നെ ഈ മായാബന്ധത്തില് പെടൂല എന്ന് പറയുന്നു. ഞാനടക്കം എല്ലാവരും പറയുന്നത് ജഗത്തിന്റെ തത്വം ദേവി തന്നെയാണ് എന്നാണ്. ആ പരാശക്തി തന്നെയാണ് ത്രിഗുണങ്ങളെ കൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും. സിദ്ധന്മാരായ ഋഷിവര്യന്മാർ പൂജിക്കുന്ന ദേവീ സ്വരൂപത്തെ പറ്റി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാൻ, കേട്ടോളൂ എന്ന് പറഞ്ഞു. ദേവിയുടെ സ്വരൂപം വർണ്ണിച്ചു കൊടുക്കാൻ തയ്യാറായി. ആര്? നാരായണ മഹർഷി. ആർക്ക്? ദേവർഷി നാരദൻ. ആദ്യത്തെ മന്വന്തരാധിപതി ബ്രഹ്മപുത്രനും ശതരൂപാവതിയുമായ സ്വയംഭുവനുമാണ്. ബ്രഹ്മാവിന്റെ മകനും ശതരൂപാദേവിയുടെ ഭർത്താവുമായ സ്വയംഭുവനും. അദ്ദേഹം തന്റെ പിതാവിനെ ഭക്തിയോട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് ബ്രഹ്മാവിനെ വേണ്ടോളം അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, പുത്ര, നീ പരാശക്തി പൂജ ചെയ്യണം കേട്ടോ. അപ്രകാരം ചെയ്ത് ദേവി പ്രസാദം ലഭ്യമായാൽ പ്രജാസൃഷ്ടിയിൽ അങ്ങക്ക് പ്രശംസ നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. അച്ഛന്റെ വാക്കേട്ട് സ്വയംഭൂമനു കഠിനമായ തപസ്സുകൊണ്ട് ദേവിയെ സന്തോഷിപ്പിച്ച് സ്തുതിക്കാൻ ആരംഭിച്ചു. അച്ഛന്റെ വാക്ക് അതുപോലെ അനുസരിച്ചു ഈ പുത്രൻ എന്ന് പറയുന്നത്. അതാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അച്ഛന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമപുത്രൻ എന്ന് പറയും പോലെ. അച്ഛൻ പറഞ്ഞതനുസരിക്കുന്നത് മധ്യമപുത്രനാണ്. പറഞ്ഞതനുസരിക്കാത്തവര് അധമം എന്ന് പറഞ്ഞാല് അച്ഛന്റെ മലം ആണ് എന്നാണ് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു. അതുപോലെ ഇവിടെ അച്ഛൻ പറയുന്നതനുസരിച്ചു സ്തുതിക്കാൻ തുടങ്ങി. ദേവേശി, സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണി, ശംഖചക്രകൽപഗദാഹസ്തേ, വിന്ധ്യാചല നിവാസിനി, സർവമംഗളമാംഗല്യേ ശിവേ, സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. നമ്മളെന്നും ദേവിനെ സ്തുതിക്കുമ്പോൾ ചൊല്ലുന്ന ശ്ലോകമാണ്. ഈ ജഗത്തിന് കാരണഭൂതയും ആദ്യന്തരഹിതയും മഹാതേജോനിധിയുമായ സർവേശ്വരി, സർവമംഗളകാരിണി തൊഴാം. ആരുടെ കടാക്ഷം കൊണ്ടാണോ ബ്രഹ്മദേവൻ ജഗൽ സൃഷ്ടി ചെയ്യുന്നത്,
വിഷ്ണു പരിപാലിക്കുന്നതും പ്രളയകാലത്ത് മഹാദേവൻ സംഹരിക്കുന്നതും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, ദേവിയുടെ ഇച്ഛ കൊണ്ടാണ് ആ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. സുഖയിടഭന്മാരെ പേടിച്ച് ദീനനായ പത്മസംഭവൻ ആരെ സ്തുതിച്ചിട്ടാണോ ആ ഭയത്തിൽ നിന്ന് രക്ഷ നേടിയത്, ആ ദേവിയെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രീ, കീർത്തി, സ്മൃതി, കാന്തി, സതി, ലക്ഷ്മി, ഹിമാദ്രിജ, ദാക്ഷായണി, വേദഗർഭ, സിദ്ധിദായിനി തുടങ്ങി എല്ലാ ശക്തിയും അവിടുന്ന് തന്നെയാണ്. അങ്ങയിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊന്നും ഇല്ല ജഗദംബികേ എന്ന് പറയണു. ഞാൻ എന്നെ തന്നെ അവിടുത്തെ കാലത്ത് സമർപ്പിക്കുന്ന ദേവി, അവിടുത്തെ വാഴ്ത്താം, പൂജിക്കാം, നമസ്കരിക്കാം, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ദേവിയോട് പറഞ്ഞു. ആര് പറഞ്ഞു? സ്വയംഭൂമന് പറഞ്ഞു. ബ്രഹ്മാവ് വേദനിധിയായതും വിഷ്ണു ലക്ഷ്മീനിവാസനായതും ഇന്ദ്രൻ 3 ലോകത്തിന് അധിപതിയായതും അതുപോലെ തന്നെ വരുണൻ ജലാധിപതിയായതും പോരാ, വൈശ്രവണൻ ധനേശനായതും ബിന്ദു സുധാംശുവായതും ചന്ദ്രന് തണുപ്പ് കിട്ടിയതും പിതൃനാഥനായതും നൈരുതൻ രക്ഷോനാഥനായതും ആരുടെ കൃപാകടാക്ഷം കൊണ്ടാണോ ആ മംഗളസ്വരൂപിണി അവിടുത്തെ സാഷ്ടാംഗം നമസ്കരിക്കാം എന്ന് പറഞ്ഞു. ഇപ്രകാരം സ്വയംഭൂവനുവർ സ്തുതിക്കപ്പെട്ട ദേവി ബ്രഹ്മപുത്രനോട് പറഞ്ഞു, ഹേ ബ്രഹ്മസോനോ, എന്റെ സ്തുതിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കേട്ടോ. എന്താണ് വരം വേണ്ടത് ചോദിച്ചാലും. ദേവിയുടെ വാക്ക് കേട്ട് സ്വയംഭൂവന് പറഞ്ഞു, കരുണാനിധേ, എന്റെ സ്തുതി കൊണ്ട് അവിടുന്ന് പ്രസാദിച്ചുവെങ്കിൽ സൃഷ്ടികർമ്മം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം. അതാണ് അച്ഛന്റെ ആജ്ഞ. ഇതാ ഞാൻ അനുഗ്രഹിക്കുന്നു. സൃഷ്ടികർമ്മം ആരംഭിച്ചാലും അങ്ങയ്ക്ക് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവും. അങ്ങുണ്ടാക്കിയ ഈ സ്തോത്രം ആരാണോ പഠിക്കുന്നത് അവന് സർവാഭിഷ്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കും എന്ന് ദേവി അനുഗ്രഹം കൊടുത്തു. പരാശക്തി സ്വയംഭൂമനുവിന് വരം കൊടുത്ത ശേഷം അവിടെ തന്നെ അന്തർധാനം ചെയ്തു. വരം ലഭിച്ച സ്വയംഭൂമനു വിവിക്തമായ ഒരു സ്ഥലം തരാൻ അച്ഛനോട് പറഞ്ഞു. ധ്യാനിക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം വേണ്ടേ? അവിടെ ഇരുന്ന് ഞാൻ പ്രജാസൃഷ്ടി ചെയ്യാം അച്ഛ, അതിനെ പറ്റിയൊരു സ്ഥലം അങ്ങ് എനിക്ക് അനുവദിച്ചു തന്നാലും എന്ന് അദ്ദേഹം അച്ഛനോട്, പിതാവായ ബ്രഹ്മദേവനോട് പറഞ്ഞു. പുത്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു, എങ്ങനെയാണ് ഇത് സാധ്യമാവുക? സൃഷ്ടികാലം കഴിഞ്ഞിട്ട് എത്രയോ കാലായി. ഭൂമി മുഴുവൻ ഇപ്പൊ പ്രളയാബ്ധിയിലും മുങ്ങിക്കിടക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ കാര്യം ആദിപുരുഷനായ ഭഗവാന് മാത്രമേ നടത്തിത്തരാൻ പറ്റുകയുള്ളൂ. ഞാൻ ആ ഭഗവാന്റെ ആജ്ഞാവർത്തി മാത്രമാണ്. ബ്രഹ്മാവിനെ മനസ്സിലായി. ബ്രഹ്മാവിന് അതറിയും. ഇടക്കിടക്കുന്നാലും ഒരു പോവും ചെയ്യും പരീക്ഷിക്കാനൊക്കെ. അങ്ങനെ വരദാനം എന്ന 1-ാം അധ്യായം ദേവീപാദങ്ങളിൽ സമർപ്പിച്ചു നമ്മള്. ഇനി വരാഹാവതാരത്തിനാണ് പറയുന്നത്. അതാണല്ലോ ഭഗവാന് മാത്രമേ സാധിക്കൂ ഉദ്ധരിക്കാൻ എന്ന് പറഞ്ഞത്. അപ്പം ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. മരീചി തുടങ്ങിയ ഋഷികളും മനു തുടങ്ങിയവരും ധ്യാനത്തിലിരിക്കുന്ന ബ്രഹ്മദേവന്റെ ചുറ്റുമിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്ന് വെറും ഒരു തള്ള വിരലോളം മാത്രം വലിപ്പമുള്ള, എന്താ പറയാ, ഒരു ഒച്ചിന്റെ അത്ര എന്ന് പറയാം. ഒരു ഒച്ച് വളർന്നാലും അത്രല്ലേ ഉണ്ടാവുള്ളൂ, അത്ര ചെറിയ രൂപം. അങ്ങനെയുള്ളൊരു സൂകരം എന്ന് പറഞ്ഞാൽ പന്നി പുറത്തേക്ക് ചാടി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറിയ പന്നി അതാ വളർന്ന് ആനക്കുട്ടിയോളം വലുപ്പത്തിൽ അങ്ങനെ വളർന്നു. പന്നിയുടെ ഭീമാകാരം കണ്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാരോട് പത്മജൻ പറഞ്ഞു, തള്ളവിരൽ വലിപ്പമുള്ള ഈ പന്നിക്കുട്ടി എങ്ങനെയാണ് എന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്? ഈ ദിവ്യ സത്വം എന്താണ്? ഇതാ ഇപ്പോൾ അത് ആനോളം വലിപ്പത്തിലുമായല്ലോ. ഇതാരാണ്? നിങ്ങൾക്ക് വല്ലതും ഇതിനെ കുറിച്ച് അറിയാമോ എന്ന് മഹർഷിമാരോട് ചോദിച്ചു. ഞങ്ങളുടെ സങ്കടം മാറ്റാൻ വന്ന യജ്ഞവരാഹമൂർത്തിയാണോ എന്നൊരു ബോധം അവർക്കുള്ളിൽ ഉദിച്ചു. ഇപ്രകാരം സംശയം പ്രകടിപ്പിച്ച ബ്രഹ്മാവിന്റെ മുമ്പിൽ അതിതുല്യനായ ഭഗവാൻ വരാഹമൂർത്തി ഉറക്കെ ഗർജിച്ചു. സംസാരിക്കാൻ പറ്റൂലല്ലോ ഈ ഇങ്ങനെയല്ല രൂപം എടുത്തത് കൊണ്ട്. ആ ഗർജനം കേട്ട് വിധിയും മുനീശ്വരന്മാരും സന്തോഷിച്ചു. പേടിക്കുകയല്ല ചെയ്തത്, സന്തോഷിച്ചു. ആ ശബ്ദം ദിക്കുകളിലെല്ലാം മാറ്റൊലിക്കൊണ്ടു. സങ്കടത്തെ ഹരിക്കുന്ന ഈ ഗർജനം കേട്ട് സത്യലോകത്ത് വസിക്കുന്ന ദേവന്മാർ വേദസൂക്തങ്ങൾ കൊണ്ട് ആദിപുരുഷനെ സ്തുതിച്ചു. ആദിവരാഹമൂർത്തിയെ അവര് സ്തുതിച്ചു. ആ സ്തോത്രം കേട്ട് വരാഹമൂർത്തി ദയാഭാവത്തിൽ വാരിധിയെ നോക്കി. വാരിധി ദീനയായി പറഞ്ഞു, പാപം സമുദ്രം, രക്ഷിക്കണേ ശരണാഗത വത്സല. സമുദ്രത്തിന്റെ ഈ അപേക്ഷ കേട്ടപ്പോൾ വരാഹമൂർത്തി ധരയെ
തിരിഞ്ഞുകൊണ്ട് സമുദ്രത്തിലേക്ക് ഊളിയിട്ടിറങ്ങി. ഭൂമി എവിടെയാണെന്നറിയാൻ വരാഹമൂർത്തി സമുദ്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഘ്രാണിച്ചു. പന്നികൾക്ക് മണത്തിട്ടാണല്ലോ അവര്, അതുകൊണ്ട് തന്നെ അതിന്റെ മുഖം എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിട്ടുണ്ടാവും. പന്നിയുടെ തല എന്തേ മണത്ത് നോക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. സമുദ്രത്തിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ധരേ വരാഹമൂർത്തി തന്റെ തേറ്റമേൽ വെച്ച് പതുക്കെ ഒരു മുത്തങ്ങ പോലെ, അത്രയേ ഉള്ളൂ, പൊങ്ങി വന്നു. താമരക്കുടമേന്തി നിൽക്കുന്ന ഗജേന്ദ്രനെ പോലെ വരാഹമൂർത്തി ധരയെ തേറ്റമേൽ പൊക്കി നിന്നു. ആ ദേവദേവനെ ബ്രഹ്മാവും ഋഷീശ്വരന്മാരും വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയണം. ബ്രഹ്മാവ് പറഞ്ഞു, സരോജാക്ഷ, ജയിക്ക സർവകാമഫലപ്രദ, അങ്ങ് എടുത്തു പൊന്തിച്ചു നിൽക്കുന്ന ഭൂമിയെ കണ്ടാൽ ആനയുടെ തുമ്പിക്കയിൽ താമര ഇതൾ വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ദേവദേവേശ നമസ്കാരം. ദൈത്യരെ നശിപ്പിക്കാനായി നാനാ അവതാരം, ഒരുപാട് അവതാരങ്ങൾ എടുക്കുന്ന ജ്യോതിർമൂർത്തെ, പ്രകാശസ്വരൂപ, ജ്യോതിർമൂർത്തി എന്ന് പറഞ്ഞ പ്രകാശസ്വരൂപ, കൈതൊഴാം. അവിടെ എന്നെ സൃഷ്ടി ചെയ്യാൻ നിയോഗിച്ചുല്ലോ. യഥാശക്തി ഞാൻ സൃഷ്ടി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അവിടുത്തെ ആജ്ഞ എന്താണ് വേണ്ടത് ഞാനെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുന്നത് ബ്രഹ്മ. അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ടാണ് ദേവന്മാർക്ക് അമൃത് ലബ്ധമായത്. അവിടുത്തെ ആജ്ഞയാലാണ് ഇന്ദ്രൻ സ്വർഗാധിപതിയായി എല്ലാ ദേവന്മാർക്കും പൂജ്യനായി സ്വർഗത്തിൽ ഭോഗങ്ങൾ അനുഭവിച്ചു വാഴുന്നത്. അഗ്നിദേവനും ജഡശാഗ്നിയായി ദേവന്മാർക്കും അസുരന്മാർക്കും നരന്മാർക്കും സംതൃപ്തി കൊടുക്കുന്നത് അങ്ങയുടെ ശക്തി വിശേഷം കൊണ്ട് തന്നെയാണ് ഭഗവാനെ. ധർമ്മരാജാവും ജലാധിപതിയായ വരുണനും രക്ഷോനാഥനായ നൈരൃതിയും വിഘ്നപ്രണാശിയായ യക്ഷനും എല്ലാവർക്കും നാഥനായിരിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ട് തന്നെയാണ്. മാരുതനും ഗന്ധവാഹിയായ അവിടുത്തെ കൽപ്പന കൊണ്ടത്രേ. ലോകത്തിലുള്ള സകല ചരാചരങ്ങളും അങ്ങയുടെ ആജ്ഞ, എന്തിനു വേറെ വേറെ പറയുന്നു, ഒക്കെ ലോകത്തിലുള്ള സകല ചരങ്ങളും അചരങ്ങളും, അതായത് ചരിക്കുന്നതും നമ്മളെ പോലുള്ള മനുഷ്യന്മാരും മൃഗങ്ങളും, ചരിക്കാത്തവ മരങ്ങളൊക്കെ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാ ഈശ്വരന്മാർക്കും ലോകങ്ങൾക്കൊക്കെയും വന്ദനമായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ ഞങ്ങൾ ശരണാഗതി അടയുന്നു. ആ ദേവനെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. ഇപ്രകാരം ബ്രഹ്മാവിന് ആസ്വദിക്കപ്പെട്ട ആദിപുരുഷൻ തന്റെ കരുണാകടാക്ഷം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. പെട്ടെന്ന് മാർഗതടസ്സം ഉണ്ടാക്കാൻ വന്ന ഹിരണ്യാക്ഷന്റെ വരാഹമൂർത്തി ഗത കൊണ്ട് കൊടുത്തൊരട്ടി. ദേഹത്തിലൊക്കെ ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന വസുന്ധരയെ വരാഹമൂർത്തി ലീലയാടുന്ന മാതിരി അനായാസം തന്റെ തേറ്റമ്മൻ പൊക്കി നിർത്തി. അതിനുശേഷം വരാഹമൂർത്തി സ്വാലയം പൊതു കോനൊരടിയോത്തോനെ കൊന്നു. അപ്പം ഭൂമിദേവി രക്തമായി ചോരയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. ആ ദേവിയെ ഒന്ന് പൊക്കി ആ ചോരയൊക്കെ കളഞ്ഞ് തന്റെ തേറ്റമേൽ കൊണ്ടുവന്നിട്ട് ശരിയായ സ്ഥാനത്ത് വെച്ചു. ഹരിയുടെ വിസ്മയകരമായ ഈ ധരോദ്ധാര കഥ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ പാപങ്ങളൊക്കെ നശിക്കും. അതുമാത്രമല്ല വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഗുണപാഠത്തോടുകൂടി നമുക്ക് ഈ ധരോദ്ധാര കഥ എന്ന ഈ പ്രകരണം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. ഇനി മനുവിന്റെ വംശവർണ്ണനാണ് പറയേണ്ടത്. അത് ദേവി ഈശ്വരന്റെ അതുപോലെ ഈശ്വരിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വർണ്ണിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.